പഴയകാല ഇളയരാജയുടെയൊക്കെ സോങ് അതേപോലെയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. നല്ല രസമാണ് ഇതിന്റെ സൈക്കോ ചെയ്തേക്കുന്ന മമ്മൂക്കയാണ്. മമ്മൂക്ക തന്നെയാണ് ഇതിന്റെ വില്ലൻ. ഒരു രക്ഷയില്ല. മമ്മൂക്ക സൈക്കോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസമാണ്. പിന്നെ വിനായകൻ, രണ്ട് ലെജൻഡുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സീനാണ് സിനിമ കളങ്കാവല്. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയാണ്. വിനായകൻ എന്ന് പറയുന്നത് വിനായകൻ എന്ന നടൻ, അതായത് അദ്ദേഹത്തിന് ഒരു മീറ്റർ കൊടുക്കും. ആ മീറ്റർ തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടില്ല. അതാണ് നല്ല സിനിമ തന്നെയാണ്. ഇത് സൂപ്പർ ഹിറ്റ് ആണ്. ഇത് സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. ഒരു രക്ഷയിലും അടിച്ച് പൊളിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും, അതായത് ആദ്യത്തെ 100 കോടി സിനിമ മാറാൻ സാധ്യതയുണ്ട്. കളങ്കാവല് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. നിങ്ങൾ എന്റെ ഉറപ്പിന്മേൽ വന്ന ഒരാൾക്ക് പറ്റിക്കപ്പെടേണ്ടി വരില്ല. നിങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടോ. ഫാമിലി ആയിട്ട്, സ്ത്രീ സമൂഹം പ്രത്യേകിച്ച്, കാരണം അവർക്ക് ഒരു അനുഭവം ഉണ്ട് ഇതിനകത്ത്. അവരിതൊന്ന് കണ്ടിട്ട് ഇനിയെങ്കിലും ഒന്ന് തിരുത്തിയാൽ കൊള്ളാം എന്നൊരു തോന്നൽ ചിലപ്പോൾ ഈ സിനിമയിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സൗന്ദര്യവൽക്കരണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പറ്റിക്കപ്പെടുന്നത്. അത് എന്താണെന്ന് ഈ സിനിമ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കാണുക. ഈ സൗന്ദര്യത്തിനപ്പുറത്തേക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്, സ്നേഹമുണ്ട്, കുടുംബമുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ സ്നേഹത്തെ തട്ടിക്കളഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെടുന്ന കുറേ സ്ത്രീകളുണ്ട്. അവരൊക്കെ ഒന്ന് സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. ഇനിയെങ്കിലും